മാർച്ച് മാസത്തിലെ പുതിയ ഗോൾഡ് പാസ് വരുന്നത് ഡ്രാഗൺ ഡ്യൂക്കിന്റെ ആണല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ലോഡിംഗ് സ്ക്രീൻ വരുന്നത് തന്നെ ഡ്രാഗൺ ഡ്യൂക്കിന്റെ ആണ്. അപ്പോൾ മാർച്ച് മാസത്തെ സീസൺ കലണ്ടർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡ്രാഗൺ ഡ്യൂക്ക് ബൂസ്റ്റ്. അത് നമുക്ക് ഒരാഴ്ചത്തേക്ക് 1 തൊട്ട് 7 വരെ നമുക്കൊന്ന് മാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ പോരായ്മകളും ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ക്ലൈൻ വാർസ് ക്ലാൻ ഇത് 5 വേഴ്സസ് 5 നമുക്ക് ട്രൈ ചെയ്യാം. ബട്ട് അതൊരു ചാമ്പ്യൻസ് ലീഗിന് താഴെയുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ ഡ്രാഗൺ എസ്കേപ്പ് ചാമ്പ്യൻ അത് നമ്മുടെ ഗോൾഡ് പാസ് ആണ് 1 തൊട്ട് 31 വരെ. പിന്നെ ഡ്രാഗൺ ഡാഷ് മെഡൽ ഇവന്റ് നോർമലി പറഞ്ഞാൽ നമുക്കൊരു ഇവന്റ് ആണ് ഏഴ്. പിന്നെയാണ് നമ്മുടെ ഡ്രാഗൺ ഡ്യൂക്ക് സീസൺ. അതിലിപ്പോൾ നമുക്ക് രണ്ട് സ്കിൻ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മിനിയം പ്രിൻസ് ആയിരിക്കും ഇപ്പോഴും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതാണെങ്കിലും രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് എടുത്താൽ മതി. അതൊരു ബെറ്റർ ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സീസൺ നമുക്ക് പർച്ചേസ് ചെയ്താൽ ഇത്തിരി കൂടി വർത്തുള്ള ആയിരിക്കും. എത്ര പൈസയാകുമെന്ന് അറിയില്ല. പിന്നെ ഓറിയൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ പുതിയ സീനറി വരുന്നത് ഡ്രാഗന്റെ ഇതായതുകൊണ്ട് തന്നെ ഒരു റെഡ് ഇതിലാണ് വരുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്. ഈ പ്രാവശ്യത്തെ 899 ആ കുഴപ്പമില്ല, വർത്തുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സീനറി ഒക്കെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സീനറിയിലല്ലല്ലോ നമുക്ക്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എനിക്ക് സീനറിയോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. ബട്ട് സ്കിന്നുകളോട് എനിക്ക് അത്ര താല്പര്യം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഡെക്കറേഷൻസ് ഇതിനോടൊക്കെയാണ് എനിക്ക് സീനറിയിൽ താല്പര്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാം. നല്ലൊരു ബെറ്റർ സീനറിയാണ്. പിന്നെ വരുന്നത് ബാർബറിംഗ് നമ്മുടെ ഹീറോസിന്റെ സ്കിന്ന്. ഇപ്പൊ ടോട്ടല് 6 ഹീറോസ് ഉണ്ടല്ലോ. അപ്പോൾ മാറി മാറി നോക്കാം. നല്ല രസമുണ്ട്. ഈ പ്രാവശ്യത്തെ വരുന്നത് എല്ലാം ഒരു റെഡ് തീമിലാണ് വരുന്നത്. ഡ്രാഗൺ ക്രൂസ് നമുക്ക് ഇതില് ഗോൾഡ് പാസ് കിട്ടുന്നതുകൊണ്ട് അത് എടുക്കാൻ നല്ലത്. അപ്പൊ ഞാൻ എന്തായാലും അതാണ് ചൂസ് ചെയ്യുന്നത്. ഈ അതിന്റെ അനിമേഷൻസ് അങ്ങനെ ആണെങ്കിലും രസമുണ്ട്. മിനിമം പ്രിൻസിന്റെ കാരണം സ്കിന്നൊന്നും ഇല്ലാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാം. നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ വരുന്നത് നമ്മുടെ ലെജൻഡറി പുതിയ പുതിയ ഇതിന്റെ ഇത് കിട്ടിയാൽ അടിപൊളിയാണ്. കാരണം ഫസ്റ്റ് തന്നെ നല്ലൊരു സ്കിന്ന് കിട്ടും. 899 തന്നെ ആയിരിക്കും. സോറി 899 ആയിരിക്കാം. എന്റെ റബി അപ്പൊ എടുക്കാം. നല്ലൊരു ആനിമേഷൻ തന്നെ. അത് ഫസ്റ്റ് തന്നെ അത് കിട്ടിയാൽ നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് നോക്കാം കിങ്ങിന്റെ അടിപൊളിയാണ്. ആ വാള് നല്ല രസമുണ്ടായിരുന്നല്ലോ. കിങ്ങും ഓൾമോസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉള്ളവർക്കാണെങ്കിൽ എടുക്കാം. അല്ലെ നോർമൽ കളിക്കാനാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല നമുക്ക്. നല്ലൊരു ആനിമേഷനാണ്. അതിപ്പോ എടുക്കേണ്ട വർത്തുള്ളതാണ്. പിന്നെ ക്യൂവിന് എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ എന്താ എല്ലാം സെയിം അല്ലേ, നമുക്ക് രണ്ട് കോമ്പോ എനിക്ക് ഈ പ്രാവശ്യം അത്ര ഇഷ്ടമായിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ക്യൂ വേണ്ട. ഞാൻ അതിനൊന്നും എടുക്കില്ല, ക്യൂവിന് എടുക്കില്ല. ബട്ട് കിങ് കൊള്ളാം. അതുപോലെ ചാമ്പ്യനും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അത് പോരാ, അത്രയ്ക്ക് ഒരു വർത്തുള്ള ആയിട്ട് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ആണ്, ഓരോരുത്തരുടെ ഇതാട്ടോ. പിന്നെ വാർഡന്റെ അടിപൊളിയാണ്. ആ വാർഡന്റെ എല്ലാ പ്രാവശ്യമാണെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട് എല്ലാ പ്രാവശ്യം. ഈ പ്രാവശ്യം അതുപോലെ തന്നെ നല്ല അനിമേഷൻസ് ആണെങ്കിലും മറ്റു ഇതാണെങ്കിലും പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്.